ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുൽഫിയാണ്. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കുൽഫി തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കുൽഫി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കുള്ള മറ്റുള്ള ഐറ്റംസ് ഞാൻ പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മധുരം നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് എത്രത്തോണ്ട് വേണം അങ്ങനെ പറയാം. ഞാൻ ഇപ്പോൾ ഒരു 5 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, ഏകദേശം ഒരു 3/4 ബൗൾ. പിന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്ഷനാണ്, കാരണം അതില്ലെങ്കിലും നമുക്ക് തയ്യാറാക്കും. ഇപ്പം കുൽഫി ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ പാലും പഞ്ചസാരയും മാത്രമേ ആവശ്യമുള്ളൂ. അത് വറ്റിച്ച് എടുക്കുന്ന ആ രൂപമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ടേസ്റ്റിന് വേണ്ടി പലതും ചേർക്കാം എന്ന് മാത്രം. അപ്പം ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് നട്ട്സാണ്. ബദാം, പിസ്ത, പിന്നെ കാഷ്യൂ. ഈ 3 ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുൽഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഏലക്കായയുടെ പൊടി ചേർക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല, ഏലക്കായയുടെ പൊടി ഇഷ്ടമല്ല. അത് കാരണം തന്നെ ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വാനില എസൻസ് ചേർത്താൽ മതി, അല്ലാത്തവർ ഏലക്കായ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ്, അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് വാനില എസൻസ് ചേർക്കാം. അത് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വാനില എസൻസ് ചേർത്ത് അതിൻ്റെ ഒരു മണം ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അപ്പോൾ അത് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അല്ലാത്തവർക്ക് ഏലക്കായ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ആ എടുത്ത സ്റ്റീൽ പാത്രത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അത്രയും കോൺസെൻട്രേറ്റ് ആയിട്ട് തന്നെ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിപിടിക്കും. അപ്പോൾ അത് കാരണം നല്ല കനമുള്ള സ്റ്റീലിൻ്റെ പാത്രം, വല്ല കുക്കർ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ഉപയോഗിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളതാണ് വെച്ചെങ്കിൽ, കാരണം ഇതിപ്പോൾ 1 ലിറ്റർ പാലുണ്ട്. നമ്മളിത് തിളപ്പിച്ച് വരുമ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വരണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ, തുടക്കത്തിൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. അപ്പോൾ ഈ പാല് തിളച്ച് പൊന്തും. അപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ വലിയ പാത്രം എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക തന്നെ വേണം, കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്ന് വിചാരിച്ചിട്ട് ഇളക്കി കൊടുക്കാതിരിക്കാനൊന്നും പാടില്ല. അതിലും അടി പിടിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാനാണല്ലോ വെച്ചിട്ട് ഞാൻ ഇളക്കി കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ പിടിച്ചു. പക്ഷെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് അടി പിടിച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു കരിഞ്ഞ ആ ഒരു സ്മെല്ലൊന്നും പാലിലേക്ക് പിടിച്ചില്ല. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ പാനിലും അടിയൊക്കെ പിടിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായി ഇളക്കി തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് കുൽഫി എന്ന് പറഞ്ഞാൽ പല മോഡലിൽ തയ്യാറാക്കാം. ഇപ്പോൾ ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവരുണ്ട്. അങ്ങനെ ചേർത്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ നമ്മുടെ പാലും പഞ്ചസാരയും നന്നായി കുക്ക് ചെയ്തതിന് ശേഷം അതൊരു ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ അതിനകത്ത് ഒരു നുള്ളു സോഡാപ്പൊടി ഇടുക. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ ഇത് നന്നായി വറ്റി വരുന്ന ആ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഏകദേശം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ഇതിലേക്ക് തന്നെയാണ് വരുന്നത്, രൂപത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് ഇതാവുമ്പോൾ കുറച്ച് നേരം കുക്ക് ചെയ്യണം എന്ന് മാത്രം. മറ്റേതാണെങ്കിൽ നമ്മൾ പാല് ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക, എന്നിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ചെയ്യുമ്പോൾ ഇത്രയും ടൈം കുക്ക് ചെയ്യണ്ട. ഇതിങ്ങനെ കുറുകി വരുന്ന ആ ഒരു അത്രയ്ക്ക് നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ അതിൻ്റെതായ ഒരു അത്ര വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ ഇതാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് അത്യാവശ്യമാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് തയ്യാറാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ബദാം ചേർക്കുകയാണെങ്കിൽ അത് ബദാം കുൽഫിയായി, പിസ്തയാണെങ്കിൽ പിസ്ത കുൽഫി, അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ നോർമൽ രീതിയിലുള്ള ഒരു കുൽഫിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാ നട്ട്സും ഇടുന്നുണ്ട്. ഇതിലിപ്പോൾ ഏത് വേണം, ഇപ്പോൾ ബദാം കുൽഫിയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിനകത്ത് കളറിന് വേണ്ടി കുറച്ച് സാഫ്രോൺ ചേർക്കും. അപ്പോൾ കുറച്ച് ചൂട് പാലിൽ കുറച്ച് സാഫ്രോൺ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനൊരു കളറുണ്ട്. പിസ്തയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിനകത്തുള്ള കളറ് അതുപോലെ ചേർത്ത് കൊടുക്കുക. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ളൊരു കുൽഫിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് പൗഡറും കോൺഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൊണ്ട് കുറച്ച് ചൂട് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് കട്ട കെട്ടാണ്ട് തന്നെ നന്നായി ആക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 ടീസ്പൂൺ പഞ്ചസാര അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നോൺ സ്റ്റിക്ക് പാനായിട്ട് തന്നെ ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ കണ്ടില്ലേ, ഇത് നമ്മൾ അപ്പം തന്നെ ഇതുപോലെ ആക്കി ഇടണം. അല്ലേ വെച്ചെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. മറ്റു പാത്രങ്ങളിലൊക്കെയാണ് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇങ്ങനെ കരിഞ്ഞ ഒരു രൂപത്തിൽ ആവും. അപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയ കാരണം മാത്രമാണ് നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് എടുത്താൽ കിട്ടും. ഇത് അപ്പം തന്നെ നമ്മൾ ആക്കിയിടണം കേട്ടോ. അല്ലെങ്കിൽ വെച്ചെങ്കിൽ നമ്മുടേത് ഇതിലായാലും
കളർ ചേഞ്ചൊക്കെ വരും. അതുപോലെ തന്നെ വലിയ പാത്രമാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അധികം ടൈമൊന്നും വേണ്ടി വരില്ല. ചെറിയ പാത്രത്തിലൊക്കെ നമ്മൾ ഇട്ട് തിളപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഹൈ ഫ്ലെയിം ഇട്ടുണ്ടെങ്കിൽ അത് തൂവി പോകും. അപ്പോൾ നമ്മൾ എന്ത് വെച്ചെങ്കിൽ ലോ ആക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇത് അധികം സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ 1/3 അളവ് അത്രയാണ് നമുക്ക് ആവശ്യം. നമ്മൾ എടുത്ത പാലിൻ്റെ 1/3 അത്രയാണ് ആവശ്യം. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പാൽപ്പൊടിയും കോൺഫ്ലവറും കുറച്ച് ചൂട് പാലിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് കട്ട കെട്ടാതെ കിട്ടുക. അപ്പോൾ നമ്മൾ ചൂട് പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി ചിലപ്പോൾ കട്ടയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിൽ ഏതെങ്കിലും ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ കിട്ടും. ചെറിയ തോതിലൊക്കെ ഒരു ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോഴേ ചെറിയ കട്ടയുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു അരിപ്പയിൽ വെച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്നും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മളാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും പാൽപ്പൊടിയുടെയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സിൽ കുറച്ച് നട്ട്സ്, ഒരു പകുതി നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് കുൽഫി മോൾഡിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പോഴും നന്നായിട്ട് കുറച്ചും കൂടി ഒരു തിക്നെസ് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഇത് കോൺഫ്ലവറും മിൽക്ക് പൗഡറൊക്കെ ഉള്ള ആ ഒരു ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഏകദേശം ഒന്ന് വറ്റി വന്ന് തുടങ്ങിയെന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിം ആക്കണം കേട്ടോ. അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഏത് നേരം ഇടരുത്. അപ്പോൾ ഒരു ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതുപോലെ തന്നെ കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. ഹൈ ഫ്ലെയിം ഒരിക്കലും ഇടണ്ട ഇപ്പോൾ ഈ ടൈമിൽ കേട്ടോ. അത് ഏകദേശം ഇപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്നും കൂടി ആയി വന്നോട്ടെ. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് അങ്ങ് ഇതാക്കണില്ല, ലൂസ് ഇത്ര ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ചൂടോടുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏലക്കായ ഇടുന്നവരാണ് വെച്ചെങ്കിൽ നമുക്ക് ആ പിസ്ത ഒക്കെ ഇട്ട സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ഏലക്കായ ഇടുമ്പോൾ ഒരുപാട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു 4-5 എണ്ണം മാത്രം മതി ഇത്രയും അളവിലേക്ക് കേട്ടോ. അധികമായി കഴിഞ്ഞാലും ആ ടേസ്റ്റ് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടാവില്ല. ഇത് നമുക്ക് കുൽഫി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടാറണം, ഒന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വാനിലയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം ഒരു ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി ചേർക്കുക. ഇനി നന്നായി ഇത് ചൂടാറിയതിന് ശേഷമേ നമ്മൾ കുൽഫി മോൾഡിലേക്ക് ഒഴിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള കുൽഫി മോൾഡിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മോൾഡ് ഇല്ലാത്തവരാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലുള്ള ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ പകുതിയെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഐസ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഏകദേശം പകുതി സെറ്റാവുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ മറ്റേ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അല്ല വെച്ചെങ്കിൽ കുൽഫി മോൾഡിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കുൽഫി തയ്യാറാക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മളത് കഴുകിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് ഇത്രയും ചെറിയതൊക്കെ ആയിട്ട് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കുൽഫി തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഐസാക്കി വെക്കുക. അത് കണ്ടില്ലേ? അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ കറക്റ്റ് അതിനകത്ത് ക്ലിയർ ആയിട്ട് വരും. നമുക്കിത് നല്ല ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി ഇപ്പോൾ ഇതൊന്നും കൂടി ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക.
ആദ്യം നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്താന്ന് വെച്ചെങ്കിൽ അവസാനം എടുക്കുന്ന സമയത്ത് ഒരു ഫിനിഷിങ് കുറവ് വരും. അത് കാരണമാണ് ഞാൻ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കാൻ പറയാഞ്ഞത്. ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിനിഷിങ് വരില്ല. അത് കാരണമാണ് അടിയിൽ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞേക്കാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാമെന്ന് മാത്രം. ഇതുപോലെ നിറച്ച് കൊടുക്കും. അപ്പോൾ നമുക്കിത് ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു ഐസ്ക്രീം ബോക്സിൽ ഒഴിച്ചു കൊടുത്ത് വെക്കുക. അപ്പോൾ നമുക്കിത് സാധാരണ നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് പോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മോൾഡ് ഇല്ലാത്തവർ അതുപോലെ ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇത് നല്ല ടൈറ്റായ കാരണം തന്നെ നമ്മളൊന്നും കവർ ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അടച്ചു വയ്ക്കുക. നന്നായി അടച്ചു വയ്ക്കുക. ഇനി ഇത് ഏകദേശം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു 2-3 മിനിറ്റ് നേരം ഇറക്കി വെച്ചാൽ മതിയോ. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് നന്നായി കുറുകി വരുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം അതിൽ വെള്ളം വറ്റിച്ചെടുക്കുന്നില്ല എന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് നല്ല ഐസ് ക്യൂബൊക്കെ കിട്ടിയ പോലെയുള്ളത് കിട്ടും. പക്ഷെ നല്ല കുൽഫി എന്ന് പറഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.